ഹേ ഗൈസ്, ഞങ്ങളിതാ എല്ലാവരും PR-ക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഒരുത്തൻ്റെ ഇവിടെ ബെറ്റ് കോട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ട്രെയിനിൽ കയറിയപ്പോൾ തൊട്ട് ഞങ്ങൾ എല്ലാവരും ബഹളമായിരുന്നു. അടുത്തിരുന്ന ആൾക്കാർക്കൊന്നും ഉറങ്ങാനേ ഗ്യാപ്പ് കൊടുത്തിട്ടില്ല. ഈ ഒരു ചീസ് കേക്കായിരുന്നു ആദ്യത്തെ ബഹളത്തിന്റെ കാരണം. പിന്നെ ഞങ്ങൾ ബാക്കി പിള്ളേരെ കാണാൻ അപ്പുറത്തെ ബോഗിയിൽ പോയി. അവിടെ ചെന്ന് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ കൊണ്ട് ചിരിപ്പിക്കണമെന്നാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ മാറ്റി വെച്ചിരുന്നൊരു സംഭവം, ID കാർഡിൽ പേരെഴുതുക. അത് എഴുതിയിട്ട് നിന്നപ്പോഴാണ് ദ വേടൻ 144P ഗൈസ്. ഇവിടെ കിടന്ന് തുള്ളണെന്ന് ഞാൻ റെക്കോർഡ് ചെയ്തല്ല ഗൈസ്. നിദ്രാദേവിയുടെ കടാക്ഷം മൂലം ഞാൻ നേരത്തെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റ് പല്ലും തേച്ച് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളെ വിളിക്കാൻ ബസ് വന്ന് ഗൈസ്. അങ്ങനെ അതിൽ കയറിയാണ് ഞങ്ങൾ നേരെ NGOയിലോട്ട് പോയത്. ഗൈസ്, ഇവിടെയാണ് ഇനി ഞങ്ങൾ കുറച്ച് ദിവസം താമസിക്കാൻ പോകുന്നത്. രാവിലത്തെ ഫുഡ് ഉപ്പുമാവായിരുന്നു. അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങൾ ബാനർ കെട്ടാൻ പോയി. ഈ ബാനർ ഞങ്ങൾ വരച്ചതാണ് ഗൈസ്. വെറും 300 രൂപയ്ക്ക് തീർക്കേണ്ട കാര്യത്തിന് അതിന്റെ ഇരട്ടി പൈസ മുടക്കി ഞങ്ങളെ കൊണ്ട് വരപ്പിച്ച മുതലാണ് ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് ഇനാഗ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സെഷൻ ഉണ്ടായിരുന്നു. സെഷനും കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്കിറ്റൊക്കെ തന്നു. ഇവളെ എടുത്തിട്ട് അടിക്കണമല്ല, സ്കിറ്റിന് വേണ്ടി അഭിനയിക്കണതാണ്. ഞങ്ങൾ താമസിച്ച് NGOയിൽ തന്നെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു ഗൈസ്. ഇതുവരെ ഞങ്ങൾ പലരും അത് മുഴുവൻ കണ്ടു തീർത്തിട്ടില്ല. പിന്നെ ചായ കുടിച്ച്, ചായ മസ്റ്റാണല്ലോ. നമ്മൾ ചായയും കുടിച്ചിട്ട് രാത്രി ആയപ്പോഴത്തേക്കും ഗുലാബ് ജാം തിന്നാൻ വേണ്ടി റൂമിൽ കയറിയതാണ്. ഒളിച്ച് തിന്നണമെന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കയറി വന്നു. ഇപ്പൊ സമയം ഏകദേശം ഒരു 12 മണി ഇപ്പിച്ചായി കാണും. ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല ഗൈസ്. രാവിലെ 8 മണിക്ക് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോകാനുള്ളതാണ്. പക്ഷെ ആരും ഉറങ്ങിയിട്ടില്ല ഇവിടെ. അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ടാറ്റാ.